നമസ്കാരം. ഇന്നത്തെ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പൊ ഇടുന്ന വീഡിയോ കൃഷ്ണകുമാർ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടാണ്. വേണമെങ്കിൽ അവരുടെ ഫാൻസിന് ചോദിക്കാം, അത് അവരുടെ കുടുംബകാര്യമല്ലേ, നിങ്ങൾ എന്തിനു വീഡിയോ ഇടുന്നത്? പക്ഷെ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം, അവരെന്തിനാണ് ഇത്ര ചീഞ്ഞു നാറിയ കാര്യം രണ്ടു കൂട്ടരും വന്ന് സോഷ്യൽ മീഡിയ ഇട്ടേ? അപ്പൊ നമുക്ക് അത് അവരുടെ ഒളിക്യാമറയൊന്നും വെച്ച് ഞങ്ങൾ ആരും എടുത്തവരല്ല. സോഷ്യൽ മീഡിയ ഇട്ടത് റിയാക്ഷൻ ചാനലുകാർക്ക് എടുത്ത് റിയാക്ട് ചെയ്യാം. അതിനുള്ള ഒരു അവകാശം ഉണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ അവരെ അത്രമേൽ അപമാനിക്കുന്ന ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളെല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് സൃഷ്ടിച്ച് വീഡിയോ പറയുകയാണെ മോശമാണ്. ഇതിപ്പോ ഞാൻ ഇവിടെ ഇവര് പറഞ്ഞത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇതിനകത്ത് തൻവിയുടെ വീഡിയോ രാവിലെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ, കാരണം എല്ലാവരുടെയും ഫാമിലി ചീഞ്ഞ് നിറയെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇവിടെ അഹാന സത്യം പറഞ്ഞാൽ അമ്മൂമ്മ കയറി ഇംഗ്ലീഷിലാണേലും പട്ടിച്ചീന്നൊക്കെ വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നു. ഫാമിലി ഗ്രൂപ്പിൽ വോയിസ് ഇടുന്നു, എന്നിട്ട് അവരത് ഡിലീറ്റ് ആക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നു. എടി വസന്തേ പോടി ഇതൊക്കെയാണ് പറയുന്നത്. അമ്മൂമ്മ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അവരത്ര നല്ല സ്ത്രീയാന്നുള്ളത് എനിക്കില്ല, കാരണം പ്രായമുള്ളവരെ സഹിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ്, എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെല്ലാ തലമുറകളുടെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. അവർ പിടിച്ച മുയലിന് 3 കൊമ്പെന്നും പറഞ്ഞൊക്കെ നിൽക്കും. പ്രായമാകുമ്പോൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യൽ ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ സഹകരിച്ചാണ് നമ്മളെല്ലാം ജീവിച്ചു പോകുന്നത്. പക്ഷെ അതിനു വേണ്ടി അപ്പം തന്നെ ബന്ധം വേർപെടുത്തുക. എന്നിട്ട് ആ സ്ഥാനം ഉണ്ടല്ലോ, അമ്മൂമ്മ എന്നുള്ള സ്ഥാനത്തിനെ മറന്ന് ദാറ്റ് ലേഡി എടി പോടി വസന്ത എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കൊച്ചുമാള് വിളിക്കാൻ പാടില്ല. ഇവരൊക്കെ ഇത്രയും സംസ്കാരവും വിദ്യാഭ്യാസവും എല്ലാം നേടിയിട്ടും അങ്ങനെ അഹാനെ നമുക്ക് ഇതിൻ്റെ അകത്ത് ന്യായീകരിക്കാൻ പറ്റില്ല കേട്ടോ. സോറി എന്നേ പറയാൻ പറ്റുള്ളൂ. എന്റെ നോട്ടത്തിൽ ഒരു വാക്കുകൊണ്ട് പോലും ന്യായീകരിക്കാൻ പറ്റില്ല. അമ്മൂമ്മയൊന്നും അങ്ങനെ വിളിക്കാൻ പാടില്ല. അപ്പൊ അത് പോട്ടെ. ഇനി അത് ഞാൻ കുറച്ച് മുന്നേ ഇട്ട വീഡിയോ. ഇതിനകത്ത് ആ തൻവിയെ എല്ലാവരും കഴിഞ്ഞ ദിവസമൊക്കെ കുറ്റപ്പെടുത്തിയാൽ തൻവിയുടെ ആ ഒരു ബാല്യകാലം പറയുന്ന കേട്ട എവിടെയൊക്കെയോ നമ്മുടെ ഹൃദയത്തിൽ കൊള്ളും. കാരണം നമ്മൾ പല സിനിമയെ കാണുമ്പോൾ സിനിമാ തിയേറ്ററിൽ ഇരുന്ന് രണ്ട് കണ്ണ് നിറഞ്ഞു ഒഴുകും. പക്ഷെ ഈ കുട്ടി വന്ന് പറയുമ്പോൾ ഈ കുട്ടി അവരോടുള്ള ഇഷ്ടം കൊണ്ട് ഈ കുട്ടിയുടേതല്ല, കാര്യം ഒരു അധികപ്പറ്റായിട്ട് നമ്മൾ മാറുന്ന ഒരവസ്ഥ. അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരാളെ കല്യാണം കഴിച്ചു വിട്ടു, അവർക്കൊരു കുട്ടിയുണ്ടായി, ആ കുട്ടിയായിട്ട് അവർ വീട്ടിൽ വന്നിരിക്കുന്നു. പിന്നീട് അവർക്കൊരു ജീവിതമുണ്ട്, അവരെ മറ്റൊരാൾ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ അത് നിറകണ്ണുകളോടെ ഈ 5 വയസ്സുകാരി അത് നോക്കി നിൽക്കും. അത് കഴിഞ്ഞ് അവർക്ക് ആ അമ്മയ്ക്ക് ഈ കൊച്ചൊരു അധികപ്പറ്റാണ്. അത് അവരുടെ ലൈഫില് ചേരാത്ത ഒരിത്. അവരവിടെ പോന്നു, പുതു പെണ്ണാണ്, പുതിയതായിട്ട് കല്യാണം കഴിച്ചു പോയ പോലെയാണ് പുതിയ ഭർത്താവ്, പിന്നെ അവിടെ മക്കള് 3 പിള്ളേരുണ്ടാവുന്നു. അപ്പൊ ഈ കുട്ടി അവിടെ ചെല്ലുമ്പോൾ ആദ്യ കെട്ടെന്ന് പറയേണ്ടി വരും. അതപ്പൊ അവരുടെ ഒരു അഭിമാനത്തിനൊരു ഇടിച്ചിലാണ്. അപ്പൊ എന്താകുമെന്ന് ചോദിച്ചാൽ, നീ എന്റെ ചേടത്തിയുടെ മോളാണ് എന്നേ എല്ലാവരോടും പറയാവുള്ളൂ എന്നുള്ള, ഇതൊക്കെ നമ്മുടെയൊക്കെ അയൽക്കങ്ങളിലൊക്കെ നടന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പറയുന്നു. 4 ആളെ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ മകൾ എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തുകയല്ല, ഒഴിവാക്കി വിടും. ഒരു അധികപ്പറ്റ് പോലെ. ആ കുട്ടി തൻവി പറയുന്നുണ്ട്, അതിന്റെ 5 വയസ്സിലോ അങ്ങാണ്ട് അതിന്റെ അച്ഛൻ മരിച്ച സ്ഥാനത്ത് ഞാൻ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചത്. ഇപ്പൊ ഇരുന്ന് തൻവി പറയുന്ന ഈ പ്രായത്തിലല്ല, 5.5 വയസ്സോ അല്ലെ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ 5.5 വയസ്സിൽ എപ്പോഴും ആ കൊച്ച് ഒരു കുഞ്ഞു കൊച്ച് അത് മനസ്സുകൊണ്ട് ആലോചിക്കണമെങ്കിൽ, ഞാൻ മരിച്ചാൽ മതിയായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ആലോചിക്കണമെങ്കിൽ ആ കുട്ടിക്ക് എവിടെ നിന്നെല്ലാം പ്രഹരങ്ങൾ ണ്ടെന്ന് ഓർക്കണം, മാനസികമായിട്ട്. അതായത് എല്ലായിടത്തുനിന്നും ആൾക്കാരിങ്ങനെ ഒഴിവാക്കി ഒരു അധികപ്പറ്റ് വന്ന് നിൽക്കുന്ന പോലെ ഇങ്ങനെ ഒഴിവാക്കി വിടുമ്പോൾ അനുഭവിക്കുന്ന ഒരു മനോവിഷമം, അതൊന്നും വല്ലാത്ത മനോവിഷമം. അഹാന ദിയ എന്നൊക്കെ പറഞ്ഞ കൃഷ്ണകുമാറും സിന്ധുവും ഉള്ളംകൈ വെച്ച് വളർത്തിയ പിള്ളേരാണ്. അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത്, എല്ലാം മേടിച്ചു കൊടുത്ത്, എല്ലാം സുഖസൗകര്യവും കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നവരാണ്. ഒരിക്കലും തൻവി അങ്ങനെയല്ല. തൻവിയെ അനുഭവിച്ച് നമ്മൾ കാണണം. കാണാതെ അത് കാണാനൊരു കണ്ണില്ലാതെ എല്ലാ മഹാനെയൊക്കെ മാത്രം സ്നേഹിച്ച് അവര് മൂലമല്ലേ ഇവർ ചാനലിട്ട്, അവര് മൂലമല്ലേ ഇവർ വിജയിച്ച്, ഇങ്ങനെയൊക്കെ പറയുമ്പം ഈ പെൺകുട്ടി അനുഭവിച്ച് പോകുന്ന കാര്യം ആ പെൺകുട്ടി പറയുന്നുണ്ട്. അതോടൊപ്പം അഹാനയുടെ ഒക്കെ ചെയ്തുകളും പട്ടിച്ചീന്നൊക്കെ പറഞ്ഞ് വല്യമ്മ വിളിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് കേൾക്കാം. അമ്മയായിട്ട് ഒരു ക്ലോസ്നെസ്സും ഇല്ല. എൻ്റെ അച്ഛനുമായിട്ട് ഞാൻ നല്ല ക്ലോസ് ആയിരുന്നു. പക്ഷേ എൻ്റെ അച്ഛനുമായിട്ട് ഞാൻ 3 വർഷം മാത്രമേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ശരിക്കുമായിട്ട്. ഞാൻ ജനിച്ച കുഞ്ഞായിരുന്നപ്പോഴും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. എൻ്റെ ഒരു പാമ്പർ പോലും എൻ്റെ അമ്മ മാറ്റിയിട്ടില്ല. എൻ്റെ പോട്ടി വരെ എടുത്തത് എൻ്റെ അമ്മയാണ്. എന്നെ സ്കൂളിൽ കൊണ്ടുപോയതാണെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയതാണെങ്കിലും മുടി വെട്ടാൻ കൊണ്ടുപോയതാണെങ്കിലും എല്ലാ അപ്പം അമ്മയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവരോട് എനിക്ക് നന്ദികേട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ശരിക്കും അവർ നോക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ എന്ന് വെച്ചാൽ, അമ്മൂമ്മേനെ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മൂമ്മ പ്രശ്നമാണ്. ഇവർക്കൊക്കെ അപ്പൂപ്പനെയാണ് കൂടുതൽ ഇഷ്ടം. അമ്മൂമ്മേനെ അത്രയും താല്പര്യമില്ല. അങ്ങനെ കാരണം അമ്മൂമ്മയ്ക്ക് എപ്പോഴും ഞാനാണ് വലുതെന്ന് പറഞ്ഞ് അമ്മൂമ്മ എൻ്റെ എല്ലാ കാര്യവും നോക്കുമായിരുന്നു. സോ ബേസിക്കലി
അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ബിക്കോസ് എന്നെ മാത്രമേ കൊച്ചുമോളെ മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളൊരു പരാതിയാണ്. കാരണം അമ്മൂമ്മ നോക്കുമ്പോൾ എൻ്റെ അച്ഛനില്ല, എനിക്ക് അച്ഛനില്ല. അമ്മയാണെങ്കിൽ അമ്മയുടെ കാര്യം നോക്കിപ്പോയി. എന്നെ അങ്ങ് ഞാൻ ചെന്നൈയിൽ നിന്നപ്പോൾ പോലും ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ചെന്നൈയിലാണ് വന്ന് നിന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മനസ്സിൽ വരെ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ അച്ഛനെ വരെ ഞാനങ്ങ് ചത്തിരുന്നെങ്കിൽ, ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ചത്തിരുന്നെങ്കിൽ രണ്ടുപേരുടെ ഫാമിലിക്ക് ഞാൻ ഒരു ബുദ്ധിമുട്ടാവത്തില്ല. ഒരു കൊച്ചായിട്ട് ഇരിക്കുന്ന ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും ആരും ഇല്ലാതിരുന്ന സമയത്താണ് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മ എന്നെ എടുത്ത് വളർത്തിയത്. അവരോട് എനിക്ക് നന്ദി കേട് കാണിക്കാൻ പറ്റുമോ? ഇവർ തമ്മിൽ അടിയായി, ഓക്കെ. അപ്പം ഞാൻ പറയട്ടെ, ഇത്രയും നല്ല ആഹാന എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മൂമ്മ ഭയങ്കര ഇതാണെന്നോ അതാണ്. അമ്മൂമ്മേനെ കുറിച്ച് കൊച്ചുമോൾ പറയുന്നതാണ് അഹാന. ഈ ചാറ്റൊക്കെ എൻ്റെ അവരെന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇതെല്ലാം ഞാൻ എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ബിക്കോസ് ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം, അമ്മൂമ്മനെ കുറിച്ച് മോശമായിട്ട് പറയുന്നത്, അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. all that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണത് നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മൂമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിട്ട് മീൻസ് എന്നോട് അഹാന അയച്ച ഒരു മെസ്സേജാണ്, തൻവി, യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഇസ് ദ ബിഗ്ഗസ്റ്റ് ബിച്ച് ഓൺ എർത്ത്. എനിക്ക് എൻ്റെ കൊച്ചാണ് സത്യം, അഹാന അയച്ചേക്കുന്ന മെസ്സേജാണ്. If you all wish to see dad alive for some more time, please ask her to adjust. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് അവർ മാത്രമല്ല, അഹാനാണ് എന്നെക്കുറിച്ച് ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ, വേറെ ആരെയും കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എൻ്റെ അമ്മേനെ ഇത്രയും പൊക്കി പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയണ്ടേ, ഞാൻ സത്യാവസ്ഥ പറയണ്ടേ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്നെ നോക്കിയിട്ടുള്ളൂ, ബിക്കോസ് എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ ആഹാന വ്ളോഗിൽ എൻ്റെ അമ്മേനെ കുറിച്ച് പൊക്കി എനിക്കൊന്നും അറിഞ്ഞൂടാ. അവരോട് അങ്ങനെയാണ് പെരുമാറിയത്, ബിക്കോസ് അവർ ഫേമസ് ആണ്, അതുകൊണ്ട് അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. കുഞ്ഞിലേ തൊട്ടേ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മൂന് മാത്രമേ ഫേവർ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു കാര്യത്തിന് എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും എൻ്റെ അമ്മ എന്നെയും കൊണ്ടുപോകാമോ പറഞ്ഞ് കരഞ്ഞ കുട്ടിയാണ് ഞാൻ. എനിക്കറിഞ്ഞൂടെ, എൻ്റെ കാര്യം പോലെ അല്ലല്ലോ അവർ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. എത്രയോ പേര് ഞാൻ ക്യാൻറ്റീനിൽ കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞവർ. ആ കല്യാണം കഴിഞ്ഞവർ എന്ന് വെച്ചാൽ അവരുടെ കൊച്ചുങ്ങൾ 3 ഇപ്പം ഞാൻ സ്റ്റെപ്പ് കൊച്ചായിട്ട് വന്നാൽ പോലും അവരെൻ്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് ആണെങ്കിലും ദേ ആർ സ്റ്റിൽ മൈ സിബ്ലിങ്സ്. അവരെ നോക്കുന്ന പോലെയല്ലേ എന്നെ നോക്കേണ്ടത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ എൻ്റെ അമ്മേനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ പറയണേ നീ ഒരു ചേച്ചിയുടെ മോളാണെന്ന്, എൻ്റെ മോളാണെന്നൊന്നും പറയല്ലേ, ആർക്കും അറിയത്തില്ല ഞാൻ സെക്കൻഡ് മാരേജ് ആണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു സ്ത്രീയാണ് അത്. ഓക്കെ, അവിടെയും ചാറ്റ് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എൻ്റെ ഡെലിവറിയുടെ അന്ന് പോലും എന്നോട് പറഞ്ഞ്, നീ ഈ വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും, ഈ ശപിച്ച വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും, നിനക്കൊന്നും കിട്ടാൻ പാടില്ല, നിനക്ക് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം എല്ലാ സാധനവും അത് നീ എല്ലാവരോടും ഷെയർ. എനിക്കൊരു കല്യാണം പോലും ഇല്ലായിരുന്നു. എൻ്റെ ഇരുന്ന സ്വർണ്ണമെല്ലാം എൻ്റെ അമ്മ വിറ്റ് അത് കാശാക്കിയിട്ട് അവസാനം എൻ്റെ പേരിൽ 1 ലക്ഷം ഉണ്ടായിരുന്ന പോലും അന്ന് വന്ന് പകുതി എടുത്തുകൊണ്ട് പോയി. എൻ്റെ അമ്മ എന്തിനാ എന്നെ കൊണ്ട് കുടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. അതേപോലെ ഇഷ്ടംപോലെ എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം അവർ വിറ്റ്. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂശിയുടെ കല്യാണത്തിൽ വന്നപ്പോൾ എനിക്കിടാൻ ഒരു സ്വർണ്ണം പോലും ഇല്ല. ഞാനിപ്പോൾ നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യം, ഈ കമ്മലുണ്ടോ, ഇത് ഗോൾഡ് പോലും അല്ല. എൻ്റെ കാതിൽ നിന്ന് അത് വീണ് ക്യാൻഡേ പോയി 2024 ഊരി വീണതാണ്. എനിക്ക് കാത് ഇടാൻ പോലും ഒരു കമ്മൽ കൂടി മേടിക്കാനുള്ള സമയമില്ലായിരുന്നു, സാഹചര്യം. ഇത് ഏതൊരു ഡൂപ്ലി കമ്മലാണ്, ഇത് അടയാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മേനെ അത്രയും പൊക്കി പറഞ്ഞതിന് എനിക്ക് പറയാനുണ്ടല്ലോ. എൻ്റെ എല്ലാ മെസ്സേജ് ചാറ്റും ഉണ്ട്. അപ്പം എനിക്ക് ഇതൊന്നും പബ്ലിക്ലി ഇടാൻ താല്പര്യമില്ല. പക്ഷെ ഇത്രയും പൊക്കി പറയുമ്പോൾ നമ്മളും പറയണ്ടേ. ഞാൻ ടോട്ടലി ഇതിൻ്റെ അകത്ത് കേട്ടിട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഇത്ര ഇടണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കണ്ടത് റിയാക്ട് ചെയ്യും, അത് വേറൊരു കാര്യം. പക്ഷെ ഇടണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട്, അതായത് തൻവി പറഞ്ഞതിന് പിന്നെ മറുപടി ആഹാന പറയാതെ അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. കുറച്ച് റിയാക്ഷൻ ചാനൽ അല്ലെ കുറെ കമന്റ് വരും, അത് ഒരു ദിവസം കൊണ്ട് തീരും. പക്ഷെ ആഹാന വന്നിട്ട് അമ്മൂമ്മയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് പറയുമ്പോൾ അമ്മൂമ്മ അത് തിരിച്ച് അങ്ങനെ അല്ല എന്ന് വരുത്താൻ പറയും. പിന്നീട് ഇവരുടെ കയ്യിലിരിക്കുന്ന ചാറ്റ് കാണിക്കും. ഇപ്പം തൻവി കാണിച്ചത് കണ്ടോ, ഇംഗ്ലീഷിലാണേലും പട്ടിച്ചി എന്നാണ് ആഹാനെ വിളിച്ചിരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. അത് പിന്നെ മുമ്പേ ഞാൻ ഇട്ട വീഡിയോന്റെ അകത്തുണ്ട്, അമ്മൂമ്മ വന്നിരുന്ന് സിന്ധു ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയും. ചുടിദാർ തയ്ക്കാൻ ഒരു തമിഴന്റെ കൈ കൊടുത്തിട്ട് അവിടുന്ന് അത് സിന്ധു മേടിച്ചോണ്ട് പോയെന്നും ഇവർക്കില്ലെന്നും ഇപ്പൊ തൻവി വന്നിട്ട് 5 ചുടിദാർ മേടിച്ചു കൊടുത്തെന്നും എല്ലാം അമ്മൂമ്മ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇവരാരും തീരെ അന്വേഷിക്കായിരുന്നു. ഫാമിലി ഗ്രൂപ്പിൽ ആഹാന തെറിവിളിയാണ്, വേറെ മക്കളാരും അങ്ങനെ വിളിച്ചിട്ടില്ല. ഇതൊക്കെ ചിലപ്പോൾ ഈ ചീഞ്ഞു നാറിയ കാര്യങ്ങളൊക്കെ ഫാമിലികളിൽ നടക്കാറുണ്ടാവാം, ഫാമിലി ഗ്രൂപ്പ് ഉള്ളിടത്തും ഉണ്ടാവാം.
പക്ഷേ ഇവര് പരസ്പരം ചെളി വാരി എറിഞ്ഞുകൊണ്ടാണ് ഇതിപ്പോ സോഷ്യൽ മീഡിയയിലായത്. പിന്നെ വേറൊരു വസ്തുത നോക്കിയ ഫാമിലി ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞാൽ അവര് രാവിലെ തൊട്ട് എഴുന്നേക്കുന്ന ഓക്കോസി പോകുന്നവൻ തൊട്ട് ഇടുന്നവരാണ്. അപ്പൊ അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ലായിരിക്കാം. എന്താണേലും ഇത് കേട്ടിരിക്കുന്നത് നമ്മുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈ ആയിട്ടുള്ള ഭയങ്കര വലിയ വലിയ ആൾക്കാരായിട്ടുള്ള ഇവരൊക്കെ ഇങ്ങനാണോ എന്നൊരു തോന്നല് നമ്മുടെ ഉള്ളിലാണ്. കാരണം നമ്മളൊക്കെ എത്രമേൽ പ്രശ്നം ഉണ്ടെങ്കിലും അമ്മയുടെ അമ്മയൊന്നും കയറി ദാറ്റ് ലേഡി നീ പോടി വസന്തേ പട്ടിച്ചി ഇതൊന്നും ഇങ്ങനെയൊന്നും വിളിക്കില്ല. ഇതെന്താണ് ഇങ്ങനെ എന്ന് നമുക്കൊന്ന് തോന്നിപ്പോവും. തെറ്റല്ല, അങ്ങനെ തോന്നിപ്പോവും. ഫാൻസുകാർ ക്ഷമിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.